സ്തുതികൾ പാടിടാഘോഷങ്ങളാൽ സകലേശനെ വാഴ്ത്തിടാം. വായോ പോകാം പാടാം മേടാം, വായോ പോകാം പാടാം മേടാം, നന്മയുടെ സമ്മാനം നന്മയുടെ സ്വരമായുയരുക നാം, തിന്മയുടെ കളയതു കളയുക നാം. സപ്തസ്വരമാം ഗാനമൊഴിയാൻ ആത്മനിറവാൻ താളമികവാൻ യേശുവിൻ മൊഴികൾ മികവാൻ പകരാമരമാൻ നന്മയുടെ സംഗീതം. Voice of Goodness Season 3. Voice of Goodness Season 3. നമസ്കാരം. എല്ലാ ഗുഡ്നസ് ടി വി പ്രേക്ഷകർക്കും വോയിസ് ഓഫ് ഗുഡ്നസിലേക്ക് സ്വാഗതം. Voice of Goodness Season 3. ആദ്യം പതിവ് പോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ടവരെ നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം. പോളച്ച, സ്വാഗതം വോയിസ് ഓഫ് ഗുഡ്നസിലേക്ക്. മനോജേട്ടാ, സ്വാഗതം. സിസ്ലി, സ്വാഗതം. ഗുഡ്നസ് ബാൻഡിലുള്ള എല്ലാവരെയും ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഞങ്ങൾ വെൽക്കം ചെയ്യുന്നു. അങ്ങനെ നമുക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു കുട്ടിയാണ് ഇന്ന് നമ്മുടെ വേദിയിലേക്ക് എത്താൻ പോകുന്നത്. നമുക്ക് ക്ഷണിക്കാം ബ്രദർ ജോഷുവ ജോയ്. വരൂ. ഹലോ. ഹായ്. സുഖാണോ? ഓ 10ാം ക്ലാസ് കഴിഞ്ഞതേ ഉണ്ടായിരുന്നുള്ളൂ. ആ മോൻ പെട്ടെന്ന് ദൈവവിളി വന്ന് സെമിനാരിലേക്ക് പോവാണ്. മോന് പ്രത്യേക ഒരു അനുഗ്രഹം എപ്പോഴും എല്ലാ കുട്ടികൾക്കും ഉണ്ട്. പക്ഷെ എന്നാലും മോൻ എപ്പോഴും ആ ഒരു അറ്റ്മോസ്ഫിയറിൽ തന്നെയല്ലേ നിൽക്കുന്നത്. അപ്പൊ അവിടെ നിന്ന് വരുമ്പോഴും ഇന്നിപ്പോ മോനെ ഇന്ന് ഇങ്ങോട്ട് പറഞ്ഞു വിട്ടപ്പം അവിടെയുള്ള അച്ഛന്മാർ, ഇടവകയിലുള്ളവരും ആ നിങ്ങളുടെ സെമിനാരിലുള്ള എത്രയോ പേരാണ് ഇന്നിപ്പോ മോന് വേണ്ടിയിട്ട് അവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ? എല്ലാവരും എന്ത് പറഞ്ഞു മോന്റെ പാട്ടും പ്രോഗ്രാമും പെർഫോമൻസ് ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോ? നല്ലന്നൊക്കെ പറഞ്ഞ് ആ കൂടുതലായിട്ട് സപ്പോർട്ട് ചെയ്ത് അടുത്ത പാട്ടിന് വേണ്ടി അവർ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു, മനസ്സിലാക്കി തന്നു അല്ലേ? നിങ്ങളിപ്പോ ഈ ഒരു മത്സരവേദിയിലേക്ക് അല്ലെങ്കിലും എപ്പോഴും പള്ളിയില് പ്രാർത്ഥനകളും പാട്ടുകളൊക്കെ ഉള്ളത് കൊണ്ടും മോനിപ്പോ ഒരു ഗായകനായതുകൊണ്ടും അവിടെ വേറെയും ഒരുപാട് ഗായകന്മാരായ അച്ഛന്മാരില്ലേ? അപ്പൊ എപ്പോഴും ഒരു പാട്ടിന്റെ ഒരു രസം തന്നെയാണോ അവിടെ? ആ അവിടെ എല്ലാ ദിവസവും പാട്ട്, കുർബാനയ്ക്കൊക്കെ പാട്ടും കീബോർഡും, ഇട ദിവസങ്ങളിലും പ്രത്യേക ദിവസങ്ങളിൽ മാത്രം കീബോർഡ് ഉപയോഗിച്ച് കുർബാന, അങ്ങനെ എല്ലാ ദിവസവും നല്ല രസമാണ്. എപ്പോഴും പാട്ടാണ് അവിടെ അല്ലേ? ആ ഒരു അന്തരീക്ഷത്തിൽ എപ്പോഴും സംഗീതമയം തന്നെയായിരിക്കും. ഓക്കെ. അപ്പോ ഇന്ന് നമ്മുടെ ബ്രദർ ജോഷുവ പാടാൻ പോകുന്നത് ഏത് കാറ്റഗറിയിലുള്ള പാട്ടാണ്? മെലഡി. ഓക്കെ. അപ്പൊ ഇത് മോന്റെ ഫസ്റ്റ് റൗണ്ടിലത്തെ മൂന്നാമത്തെയും അവസാനത്തെയും ഗാനമാണ്. നന്നായി പാടണം, നല്ല മാർക്കും വാങ്ങിക്കണം. ഓക്കെ, താങ്ക് യു. Voice of Goodness Season 3. Voice of Goodness Season 3.
സ്നേഹം മതി എനിക്ക്. എൻ്റെ ജീവന്റെ ജീവനാമെൻ യേശുവേ, നിൻ തണലിൽ ഞാൻ നിന്നിടട്ടെ. എൻ്റെ പ്രാണന്റെ പ്രാണനാമെൻ യേശുവേ, തിരുമാറിൽ ഞാൻ ചാരിടട്ടെ. നാഥ നീ എൻ സ്വന്തമല്ലേ, പ്രാണപ്രിയ നീ എൻ സ്വന്തമല്ലേ. ആഹ് 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 ലാ 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 ലാ. എന്തൊരു നിഷ്കളങ്കതയാണ് ബ്രദറിന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ. ആ ചിരിയും പാടി കഴിഞ്ഞപ്പോഴും പാട്ട് പാടി ഇങ്ങനെ എൻജോയ് ചെയ്ത് പാടി തീരുമ്പോഴൊക്കെ നല്ല പ്രസന്റേഷൻ നമുക്ക് ഭയങ്കര ഒരു ഇഷ്ടം തോന്നുന്നു. സിസ്ലി, ജോഷ എന്തോ ജോഷ നന്നായി പാടി കേട്ടോ. താങ്ക് യു. ഈ പാട്ട് ആരാ സെലക്ട് ചെയ്തത്? ഞാൻ കുറെ സ്റ്റേജ് പെർഫോമൻസിനൊക്കെ പാടാറുള്ള പാട്ടായിരുന്നു. അത് വളരെ കംഫർട്ടബിൾ ആയിരുന്നു ജോഷ ഈ പാട്ട് പാടുമ്പം. വളരെ ഈസി ആയിട്ട് പാടി. അതായത് നേരത്തെ ജോഷ പാടുമ്പോൾ ഉള്ള ജോഷയുടെ മനസ്സിലെ ടെൻഷൻസ് ഒന്നും ഈ പാട്ടിൽ റിഫ്ലക്റ്റ് ചെയ്തില്ല. വളരെ കോൺഫിഡൻറ്റ് സിംഗിങ് ആയിരുന്നു. ആൻഡ് മാത്രമല്ല ജോഷ ഈ പാട്ടിനെ ഒരു പൊടിക്കും കൂടി സ്നേഹിച്ച് പാടിയ പോലെ തോന്നി. അത് ഫീലിംഗ് ഇവിടെ കിട്ടി നമുക്ക്. മോർ ദാൻ ദ ടെക്നിക്കാലിറ്റീസ് മോൻ സ്നേഹിച്ച് പാടുമ്പോൾ നമുക്ക് അതാണ് ആദ്യം സോള് റിഫ്ലക്റ്റ് ചെയ്യുന്നത്. അപ്പം അത് കിട്ടി എന്നുള്ളതാണ് ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു പോയിന്റ് കേട്ടോ. ആൻഡ് മോന് ഒത്തിരി ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട് നേരത്തെ സിംഗിങ്ങിനേക്കാളും. ചിലപ്പോൾ ഈ പാട്ട് മോന് കുറച്ചും കൂടി ഫ്ലെക്സിബിളും കംഫർട്ടബിളും ആയതുകൊണ്ടായിരിക്കും കുറച്ചും കൂടി ഓപ്പൺ സിംഗിങ് വന്നു ഈ പാട്ടായപ്പോൾ. നേരത്തെ ഒരു പിടുത്തം ഉണ്ടല്ലോ. അപ്പം മനോജ് ചേട്ടനൊക്കെ പറയുമല്ലോ മോന് ഇങ്ങനെ ഇച്ചിരി പിടിച്ച് പാടുന്ന പോലെ തോന്നുന്നുണ്ടോ എന്ന് പറഞ്ഞില്ലേ. പക്ഷെ അതില്ലായിരുന്നു ഈ സോങ്ങിൽ. നല്ല ഫ്രീ ആയിട്ട് പാടി. അപ്പം നമുക്ക് ഈ ഇൻഹിബിഷൻസ് ഇല്ലാതെ പാടുമ്പോൾ നമുക്ക് കേട്ടിരിക്കാനും ഭയങ്കര സുഖമാണ്. മോനും എൻജോയ് ചെയ്യുന്നു, ഞങ്ങളും കേൾക്കുന്നവരും എൻജോയ് ചെയ്ത് നമുക്ക് കേൾക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ വേണം ഓരോ പാട്ടിനെയും സമീപിക്കാനായിട്ട് കേട്ടോ. ഇതൊരു എക്സാമ്പിൾ ആയിട്ട് ജോഷോയ്ക്ക് എടുക്കാം ഇനി ജീവിതത്തിൽ മറ്റു കുട്ടികൾക്കും. തെറ്റനോ ഇങ്ങനെ ഫ്രീ ആയിട്ട് പാടുമ്പോൾ അതിനൊരു ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. ആ പാട്ട് പാടുന്നതിൻ്റെ പേർപ്പസ് ഫുൾഫിൽ ആയ പോലെ നമുക്ക് തോന്നും കേട്ടോ. അങ്ങനെ ഇമ്പ്രൂവ്മെന്റ് എന്ന് പറയാനാണെങ്കിൽ മോൻ വാ തുറന്ന് പാടുന്നുണ്ട്. വേർഡ്സിന് ക്ലാരിറ്റി, സ്പെഷ്യലി അകാരത്തിനൊക്കെ. ബാക്കി കുറച്ചും കൂടി ഓപ്പൺ ആയിട്ട് മോൻ വാ തുറന്ന് പാടുന്നുണ്ട്. അതൊക്കെ ഇമ്പ്രൂവ്മെന്റ് സൈൻ ആണ്. അതുപോലെ പിടുത്തം ഇല്ലാതെ പാടി. ആൻഡ് ഓൾസോ കുറച്ചും കൂടെ ഫ്രീ ആയിട്ട് പാടി. കംഫർട്ടബിൾ ആയിരുന്നു. ഇതെല്ലാം പോസിറ്റീവ്സ് ആണ് കേട്ടോ ജോഷോ. ഞാൻ വേറെ ഒന്നും എഴുതിയിട്ടില്ല. ഐ റിയലി ലവ്ഡ്. നല്ല കോൺഫിഡൻസ് സിംഗിങ്. താങ്ക് യു. അപ്പൊ കീപ് ഇറ്റ് അപ്പ്. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു മാം. താങ്ക് യു. മനോജ് ചേട്ടാ. ജോഷുവ, എന്തോ ജോഷുവയുടെ ഈ പെർഫോമൻസിനെ എനിക്ക് പറയാനുള്ളത് ഇറ്റ്സ് എ ഫാന്റാസ്റ്റിക് റെൻഡിഷൻ. താങ്ക് യു. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എന്താ പറയുക, കർത്താവിനോടുള്ള ആ ഒരു സ്നേഹം, ആ ഒരു പ്രണയം എങ്ങനെ പാടി പ്രതിഫലിക്കും, അല്ലെങ്കിൽ ആ ഒരു രീതി കൃത്യമായിട്ട് മോൻ പാടി ആ ഒരു എന്താ പറയുക അതിൻ്റെ ഒരു ഇഫക്റ്റ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു സന്ദേശം ഞങ്ങൾക്ക് നൽകി കഴിഞ്ഞു, പ്രേക്ഷകർക്ക് നൽകി കഴിഞ്ഞു. അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടാണ് മോൻ ഇത് പാടിയത്. ഒരു പാട്ട് പാടുമ്പോൾ നന്നായിട്ട് പാടാം, ടെക്നിക്കൽ ആസ്പെക്ട്സിലൊക്കെ പാടാം, വളരെ എന്താ പറയുക കഴിവൊക്കെ കാണിക്കുന്ന രീതിയിൽ പാടാം. പക്ഷേ ജനങ്ങളെ മൂവ് ചെയ്യിക്കുക എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് സംതിങ് ഡിഫറെൻറ്റ്. അത് മോൻ ഞങ്ങളെ മൂവ് ചെയ്യിപ്പിച്ചു. ദാറ്റ് വാസ് അമേസിങ്. താങ്ക് യു സർ. അത്ര സോൾഫുൾ ആയിട്ടാണ് മോൻ ഇത് പാടിയത്. നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് കഴിഞ്ഞ പാട്ടിലൊക്കെ ഒന്ന് പിടിച്ചു പാടുക, അല്ലെങ്കിൽ അക്ഷരങ്ങളൊക്കെ ക്ലിയർ ആവാതെ പോവുക. ഇതങ്ങനെയൊന്നും ഉണ്ടായില്ല. എനിക്ക് വളരെ സുഖമായിരുന്നു. ഞാൻ ഇങ്ങനെ ഇരുന്ന് ലയിച്ച് ഇങ്ങനെ കേൾക്കുകയായിരുന്നു. അതുകൊണ്ടൊന്നും
എഴുതുകയൊന്നും ചെയ്തിട്ടില്ല. ഇറ്റ് വാസ് സോ ബ്യൂട്ടിഫുൾ. മോന് ദൈവാനുഗ്രഹമുണ്ട്. ഇനിയിപ്പോൾ സെമിനാരിയിലുള്ളൂ, അപ്പോൾ അവിടെയൊക്കെ നിന്നിട്ട് ഇങ്ങനെ നല്ല നല്ല പാട്ടുകൾ പ്രാക്ടീസ് ചെയ്യാനുള്ള സമയം കണ്ടെത്തണം. ഓക്കെ, എന്തായാലും നല്ല ദൈവാനുഗ്രഹമുണ്ട് മോന്. നന്നായിട്ട് പാടി എന്താ പറയുക, അച്ഛനെ പോലെയൊക്കെ കണ്ടില്ലേ, ഒരു അടുത്തൊരു പാടും പാതിരിയും ഒക്കെ ആയി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. ഓക്കെ, ഓൾ ദ വെരി ബെസ്റ്റ് മോൻ. താങ്ക് യു സാർ. താങ്ക് യു. അച്ഛാ, കൺഗ്രാജുലേഷൻസ് ബ്രദർ ജോഷുവ. താങ്ക് യു അച്ഛാ. എക്സലന്റ് സിംഗിങ്. താങ്ക് യു. ജോഷുവയ്ക്ക് ഒരു ഗ്രേറ്റ് വോയിസ് ഉണ്ട്. ദൈവം നന്നായിട്ട് അനുഗ്രഹിച്ചിട്ട് നല്ലൊരു ശബ്ദം തന്നിട്ട്, അതുപോലെ സംഗതികളൊക്കെ നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് കുറേ കൂടി ഒരു ഫീലിംഗ് നന്നായിട്ട് കൊടുത്ത് ഇപ്രാവശ്യം ഈ പാട്ടിൽ വളരെയധികം അത് ചെയ്തു. മൊത്തത്തിൽ ഈ ഭക്തിഗാനം എനിക്ക് തോന്നിയ നല്ലൊരു ഫീലുണ്ട്. അത് ഫീലിംഗ്, ഇമോഷൻ ഭയങ്കരമായിട്ട് എക്സ്പ്രസ് ചെയ്യുന്നു. വളരെ സോഫ്റ്റ് ആണ്. പ്രത്യേകിച്ച് ഒരു ശാന്ത ഭാവം ഇത് കേട്ട് കഴിയുമ്പോൾ നമുക്ക് വളരെ ഒരു സൂത്തിങ് ആയിട്ടുള്ള ഈ നവരസങ്ങളൊക്കെ കേട്ടിട്ടില്ലേ? നവരസങ്ങളുണ്ട് കഥകളിയിലൊക്കെ, അത് കൂടുതൽ അവർ പ്രകടിപ്പിക്കുന്നുണ്ട് നവരസം. ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള രസം ശാന്തരസം എന്നാണ് പറയുന്നത്. അതിൽ നിന്ന് ഡെവലപ്പ് ചെയ്യുന്നതാണ് ബാക്കിയെല്ലാം എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് ആ ശാന്തഭാവം, നമ്മൾ പാട്ട് കേൾക്കുമ്പോൾ ആളുകൾക്ക് നമ്മളൊരു വൈബ്രേഷൻ, നമ്മളുടെ സൗണ്ട് എനർജി എന്ന് പറയുമല്ലോ, ആ എനർജി നമ്മളിങ്ങനെ പാസ് ചെയ്യുമ്പോൾ അത് കേൾക്കുന്നവരുടെ മനസ്സിലേക്ക് ഒരുപാട് പോസിറ്റീവ് എനർജി ഇങ്ങനെ ചെന്ന് കയറുകയാണ്. ആ എനർജിയുടെ കൂടെയുള്ള ഈ വലിയൊരു ശക്തിയാണ് ഈ പറഞ്ഞ ശാന്തഭാവം എന്നൊക്കെ പറയുന്നത്. അപ്പം അത് വളരെ മനോഹരമായിട്ട് ജോഷുവ ചെയ്തു. പിന്നെ എവിടേക്കോ ചെറുതായിട്ടൊരു ബ്രത്ത് ഒന്ന് രണ്ട് സ്ഥലത്ത് ചെറുതായിട്ടൊരു ബുദ്ധിമുട്ടുള്ള പോലെ തോന്നി എനിക്ക്. ജലദോഷമൊക്കെ. ആ, അത് പാട്ടിലും തോന്നുന്നില്ല, അതൊന്നും പാട്ടിനൊന്നും ബാധിച്ചിട്ടില്ല. അത് വളരെയധികം മനോഹരമായിട്ട് പാടി. നല്ലൊരു റെൻഡിഷനായിരുന്നു. കൺഗ്രാജുലേഷൻസ്. ഇനിയും ഈ കഴിവ് മുന്നോട്ട് കൊണ്ടുപോയി പറഞ്ഞ മാതിരി വൈദികനാവുമ്പോൾ വളരെയധികം പ്രയോഗിക്കാവുന്ന ഒരു കഴിവാണ് സംഗീത കഴിവെന്ന് പറയുന്നത്. അത് വളർത്തി മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു അച്ഛാ. താങ്ക് യു. ബ്രദർ ജോഷുവ, ഇപ്പോൾ സെമിനാരിൽ എത്തി, ഇപ്പോൾ പറഞ്ഞില്ലേ എപ്പോഴും അവിടെ പാട്ടാണ്, എല്ലാത്തിനും എപ്പോഴും ദൈവത്തെ വാഴ്ത്തി പാടുന്ന പാട്ടുകൾ പാടുമല്ലോ. അപ്പോൾ അവിടെ എത്തിയതിന് ശേഷം മോനും ഒരുപാട് പാട്ടുകൾ പുതിയതായിട്ട് പഠിക്കാനും പറ്റിയിട്ടുണ്ടാവും അല്ലേ? അല്ലേ? അവിടെ ഫുള്ള് ഇംഗ്ലീഷ് കുർബാനയും ഇംഗ്ലീഷ് പാട്ടുകളൊക്കെ. ഓ, മലയാളമേ ഇല്ലേ? മലയാളം ഇല്ല. ആഹാ, അപ്പൊ അത്തരത്തിലുള്ള കുറെ പാട്ടുകൾ, അതൊരു വേറിട്ടൊരു അനുഭവമായിരിക്കും അല്ലേ ജോഷുവയ്ക്ക് അവിടെ എത്തിക്കഴിഞ്ഞപ്പോ? ഇപ്പൊ എത്ര പാട്ട് ഏകദേശം പഠിച്ചിട്ടുണ്ടാവും? കുറെ ഈ കമ്മ്യൂണിയനൊക്കെ പാടുമ്പോൾ എല്ലാ ദിവസവും പാടി സീനിയേഴ്സ് ഒക്കെ പാടി കേട്ട് അങ്ങനെ കുറെ പാട്ട് പഠിച്ചു. ഓക്കെ, അപ്പൊ വളരെ ചുരുക്കം നാളുകൾ കൊണ്ട് ഇത്ര അധികം പാട്ട് പഠിക്കാൻ പറ്റി. ശരി അച്ഛാ, ഇന്നത്തെ പെർഫോമൻസിന് എത്ര മാർക്കാണ്? ബ്രദർ ജോഷു ഗംഭീരമായിട്ട് പാടിയല്ലോ, നല്ല മാർക്ക് കൊടുക്കാതിരിക്കാൻ പറ്റില്ല. അതെ, 9 മാർക്സ്. താങ്ക് യു അച്ഛാ. പറഞ്ഞ പോലെ വാക്ക് പാലിച്ചിരിക്കുകയാണ് അല്ലേ? ഫസ്റ്റിനെക്കാട്ടിലും സെക്കൻഡ് വാങ്ങിച്ചു, സെക്കൻഡിനെക്കാളും ഇന്ന് വാങ്ങും എന്ന് പറഞ്ഞു പോയിരുന്നു. മനോജ് ചേട്ടാ, ബ്രദർ ജോഷുവയ്ക്ക് 9 മാർക്സ്. താങ്ക് യു സാർ. സിസ്ലി 9 marks. ഓക്കേ, അപ്പോ ഒന്നാമത് ഫസ്റ്റ് വന്നപ്പോ എത്ര മാർക്കായിരുന്നു? 22.5. പിന്നെ വന്നപ്പോ 25.5 ആയിരുന്നു. അപ്പൊ വീണ്ടും ഇപ്പൊ 27 മാർക്ക്, 27 on 30 ആണ് ഇപ്പൊ കിട്ടിയിരിക്കുന്നത്. ഒരുപാട് സന്തോഷം. ഇനിയും ആ പാട്ടിന്റെ ലോകത്ത് ഇരിക്കുമ്പോ ഞങ്ങൾ എല്ലാരെയും ആലോചിക്കണം കേട്ടോ. നമുക്ക് സെക്കൻഡ് റൗണ്ടിൽ എന്തായാലും കാണില്ലേ? ആ, അപ്പൊ ശരി, പോയിട്ട് വരൂ, കാണാം. ജിയ, തെരേസ, സോണി. നമുക്ക് ജിയനെ ഇനി ഇന്നത്തെ രണ്ടാമത്തെ പാട്ട് മത്സരത്തിലേക്ക് നമുക്ക് ക്ഷണിക്കാം. വരൂ ജിയ. സുഖാണോ? യാത്രയൊക്കെ നന്നായിരുന്നു അല്ലേ? അന്ന് രണ്ടാമത്തെ പാട്ട് പാടി ഇവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ മോള് ഇപ്പോ ഈ ഒരു പാട്ടിലേക്ക് വേണ്ടിയിട്ട് അധികം ഒന്നും ഗ്യാപ്പ് കിട്ടിയിട്ടില്ലല്ലോ. എന്നാലും പിന്നെ ഈ പാട്ട് ശരിക്കും അതിന് ശേഷമാണോ പഠിക്കാൻ തുടങ്ങിയത്, അതോ രണ്ടാമത്തെ പാട്ട് പഠിക്കുന്ന കൂടെ തന്നെ ഈ പാട്ടും പഠിച്ചിരുന്നു? ഇന്ന് ഫസ്റ്റ് കാറ്റഗറി അല്ലേ ഇപ്പൊ പാടാൻ പോണേ അല്ലേ? നേരത്തെ പഠിക്കാൻ തുടങ്ങിയായിരുന്നു. കാരണം നിങ്ങൾക്ക് അറിയാമല്ലോ 3 കാറ്റഗറിയിലുള്ള ഗാനങ്ങളാണ് നിങ്ങൾ പാടേണ്ടത് എന്നുള്ളത്. അതുകൊണ്ട് നേരത്തെ തന്നെ പ്രാക്ടീസ് ചെയ്ത് വന്നിരിക്കുകയാണ് അല്ലേ? പൊതുവെ ജിയ ഒരു ശാന്ത സ്വഭാവക്കാരിയാണോ?
എപ്പോഴും ഇങ്ങനെ ഒതുങ്ങിയിരിക്കുന്ന പോലെ കാണും. അധികം ആരുമായിട്ടൊന്നും മിങ്കിൾ ചെയ്യാറില്ലേ? മിങ്കിളെയും ഫ്രണ്ട്സ് ഉണ്ടോ ഒരുപാട്? ഉണ്ട്. ആണോ? പക്ഷെ ഇവിടെ വന്നാലും ഇവിടെ അധികം ഫ്രണ്ട്സിനെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ലേ? ഇല്ല ഇതുവരെ. അതാ ഞാൻ ശ്രദ്ധിച്ചു. എല്ലായിടത്തും പോയി ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുന്ന പോലെ ഞാൻ കാണും. സാധാരണ അല്ലെങ്കിൽ ഇവിടെ വരുമ്പോ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല പരിചയവും നല്ല സംസാരമൊക്കെ കാണാറുണ്ട്. പക്ഷെ ജി എപ്പോഴും ഒരു സൈഡില്. ഞങ്ങളൊന്നും ഇഷ്ടായില്ലേ? അങ്ങനെയൊന്നും ഇല്ല. ആഹാ, ഓക്കെ. അപ്പോ ജിയുടെ ഫാസ്റ്റ് കാറ്റഗറിയിലുള്ള ഗാനം ഞങ്ങൾ എല്ലാവരും വളരെ ഇഷ്ടത്തോടെ കേൾക്കാൻ പോവാണ്. നന്നായിട്ട് പാടണം കേട്ടോ. Voice of Goodness, Season 3. Voice of Goodness, Season 3. ഒരായിരം പൂക്കൾ
നന്നായിട്ട് പാടി താങ്ക് യു. അല്ലേ? നല്ല എപ്പോഴും ജിയ വന്ന് പാടുമ്പം ഭയങ്കര കൂളായിട്ടാണ്. നേരത്തെയും വന്ന് പാടുമ്പോഴൊക്കെ അങ്ങനെ തന്നെയായിരുന്നു. അത് ശരിക്കും നന്നായിട്ട് വെൽ പ്രിപ്പയർ ചെയ്ത് വന്ന് പെർഫോം ചെയ്യുന്ന കുട്ടികളിൽ കാണുമ്പോൾ തന്നെ അറിയാം, ഒരു ടെൻഷനും ഉണ്ടാവില്ല, വളരെ കൂളായിട്ട്. ഇതിനു മുമ്പേ ഈ പാട്ട് പാടിയിട്ടുണ്ടോ? ഉണ്ട്, പാടിയിട്ടുണ്ട്. കോമ്പറ്റീഷൻ ആണോ അതോ പെർഫോമൻസിന് വേണ്ടിയിട്ടായിരുന്നോ? അതെ, കോമ്പറ്റീഷന് വേണ്ടി. ആണോ? അന്ന് പ്രൈസ് എ ഗ്രേഡ് ഉണ്ടായിരുന്നു. എ ഗ്രേഡ് ആയിരുന്നു. ഓക്കെ. അപ്പൊ ഇന്നത്തെ പെർഫോമൻസ് എങ്ങനെയാണെന്ന് ചോദിക്കാം. മനോജ് ചേട്ടാ. ജിയ വളരെ ഗംഭീരമായിട്ട് പാടി ഈ പാട്ട്. താങ്ക് യു സർ. കാരണം നമ്മൾ പല ഭാവങ്ങൾ, ഇപ്പോൾ ചില പാട്ടുകൾ കേൾക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഒരു ശാന്തത ഒരു കുറച്ച് നേരത്തെ പാടിയ പാട്ടൊക്കെ ഒരു ശാന്തമായൊരു ഇമോഷൻ നമ്മളിലേക്ക് കൊണ്ടുവരികയാണ്. ചില പാട്ട് കേൾക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ കരച്ചിൽ വരാൻ തോന്നും, ചിലപ്പോൾ സന്തോഷം തോന്നും. പക്ഷെ ഈ ഒരു പാട്ട് മോള് പാടിയപ്പോൾ കർത്താവിനെ കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ 1000 പൂക്കൾ വിരിഞ്ഞു. എനിക്ക് ആ വിഷ്വൽസൊക്കെ നല്ല കോംപ്ലിമെൻ്റ് ഉണ്ടായിരുന്നു. പക്ഷെ ആ ഒരു അർത്ഥമുണ്ടല്ലോ, അർത്ഥം അല്ലെങ്കിൽ ആ ഒരു മെസ്സേജ് മോള് വളരെ ഭംഗിയായിട്ട് കൺവേ ചെയ്തു. മ്യൂസിക്കിന് നല്ല ഹീലിംഗ് പവറുണ്ട്. ഇപ്പോൾ ചില രോഗികൾക്കൊക്കെ ചില പാട്ടുകൾ കേൾക്കുമ്പോൾ അവരുടെ അറിയാതെ തന്നെ അവരുടെ രോഗങ്ങൾക്കൊക്കെ വളരെ വ്യത്യാസം വരും, രോഗം സുഖപ്പെടും. അങ്ങനെ ഒരുപാട് പോസിറ്റീവായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് മ്യൂസിക്കിന്. അപ്പോൾ അതുപോലെ തന്നെയാണ് മോൾ ഈ പാട്ട് പാടുമ്പോൾ വളരെ ഹാപ്പിനെസ്, ആ ഒരു ജോയ് അങ്ങോട്ട് കൊണ്ടുവരികയാണ്, അത് ആൾക്കാരിലേക്ക് പകരുകയാണ്. അപ്പം അതത്ര ബ്യൂട്ടിഫുള്ളായിട്ടാണ് മോളെ ചെയ്തത്. ഓക്കെ, ഐ വാസ് സോ ഹാപ്പി. ഞങ്ങൾ എൻജോയ് ചെയ്യായിരുന്നു, നല്ല എനർജറ്റിക് ആയിട്ട് ഇങ്ങനെ പാടി. പിന്നെ നല്ല വരികൾ, നല്ല അർത്ഥമുള്ള വരികൾ. പ്രത്യേകിച്ച് ചരണമൊക്കെ ഭയങ്കര ഉള്ളിലേക്ക് തട്ടിക്കുമ്പോൾ പാട്ടൊക്കെ കേൾക്കുമ്പോൾ അപ്പോൾ ആ ഒരു ഫീലും അതുപോലെ ഒരു എനർജിയൊക്കെ കീപ്പപ്പ് ചെയ്തു. പിന്നെ ചില സ്ഥലങ്ങളിൽ ചെറിയ പ്രത്യേകിച്ച് ടുവേർഡ്സ് ദ എൻഡ്, ചില എൻഡ് ഫ്രേസസിലൊക്കെ ഈ വിബ്രാട്ടോ ഇത്തിരി കൂടി നിൽക്കുന്ന പോലെ തോന്നിയിട്ടുണ്ട്. പക്ഷെ അതൊക്കെ മേ ബി കൺട്രോൾ ചെയ്യാം, കാരണം അങ്ങനത്തെ ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ടായിരുന്നുള്ളൂ. അപ്പം ചില നന്നായിട്ട് പാട്ടൊക്കെ പാടി വരുമ്പോൾ ചിലപ്പോൾ ഈ നല്ല പോസിറ്റീവ് എനർജി നമ്മൾ കൊണ്ടുവരുന്ന സമയത്ത് ഈ ചെറിയ ചെറിയ നെഗറ്റീവ് കാര്യങ്ങൾ പോസിറ്റീവായിട്ട് മാറും. അവിടെ അതങ്ങനെ ഒരു മാജിക്കാണ് മ്യൂസിക്കിനുള്ളത്. അപ്പോൾ മോൾ അതൊക്കെ വളരെ ഭംഗിയായിട്ട് ചെയ്തു. ഐ വാസ് സോ ഹാപ്പി. മേ ഗോഡ് ബ്ലെസ് യു. താങ്ക് യു സർ. താങ്ക് യു. കോളേജ ജിയ തെരേസ് വളരെ നന്നായിട്ട് പാടി. കൺഗ്രാജുലേഷൻസ്. നല്ലൊരു കോൺഫിഡൻറ്റ് സിംഗിങ് ആയിരുന്നു. അതുപോലെ തന്നെ പവർഫുൾ വോയിസ്, നല്ല ഓർക്കസ്ട്രേഷന് പ്രത്യേക ഒരു കൈയടി കൊടുക്കണമെന്നുണ്ട്. നല്ല എക്സലൻറ്റ് സൂപ്പർ ഓർക്കസ്ട്രേഷൻ ആയിരുന്നു എല്ലാ പാട്ടിനും. പക്ഷേ ഈ പാട്ട് പ്രത്യേകിച്ച് അത് ഒരു ഒരു ഇമ്പാക്റ്റ് ആയിരുന്നു. ഇവിടെ മനോജ് സാറ് പറഞ്ഞ മ്യൂസിക്കൽ ഹീലിംഗ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പാടുമ്പോൾ അത് ആളുകളിൽ ഉണ്ടാക്കുന്ന ഇംപ്രഷൻ എന്താണെന്ന് പലപ്പോഴും നമ്മുടെ പ്രതീക്ഷകൾക്കൊക്കെ അപ്പുറത്താണ്. അപ്പോൾ നമ്മൾ മനോഹരമായിട്ട് പാടിക്കഴിയുമ്പോൾ ഒരുപാട് മനസ്സുകൾക്ക് അതുവഴി അവരുടെ ജീവിതത്തിൽ ആശ്വാസം കിട്ടുന്നുള്ളതിനെ കുറിച്ച് യാതൊരു സംശയവുമില്ല. ജിയായുടെ പാട്ട് വഴിയായിട്ട് ഒരുപാട് അങ്ങനെ സംഭവിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പ്രൊനൗൺസിയേഷൻ ഒന്ന് ശ്രദ്ധിക്കാണ്ട്. ദൂരെ ദൂരെ വാനിൽ നല്ല ശോഭ, ശോഭ എന്ന് വെറുതെ പറയുന്നുള്ളൂ. അതുപോലെ തന്നെ പൊന്മുഖം കാണുവാൻ ഭാഗ്യമേകണേ. അതൊന്ന് ആ രണ്ടുപേരും ഒന്നുകൂടിയും പാടാൻ പറ്റും. 2-3 പ്രധാനപ്പെട്ട സ്ഥലങ്ങളുണ്ട് അതിൽ, നോക്കാൻ പറ്റും. ദൂരെ ദൂരെ വാനിൽ നല്ല ശോഭയുള്ള നിൻ പൊന്മുഖം കാണുവാൻ ഭാഗ്യം. വെരി ഗുഡ്. അത് പറ്റും, ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. ഓൾ ദ ബെസ്റ്റ്. ഇനിയും ഉയരങ്ങളിലേക്ക് പോട്ടെ. താങ്ക് യു. സിസ്ലി. ജിയ, എന്തോ ജിയയുടെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വോയിസ് ആണ്. മോളി 2 റൗണ്ടിൽ പാടിയപ്പോഴും ഇറ്റ് വാസ് എ വെരി ഗുഡ് പെർഫോമൻസ്. അപ്പം മോളിൽ വളരെ ടാലൻറ്റഡ് ആയിട്ടുള്ള സിംഗറാണ്. അപ്പം നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് മോൾക്ക് കിട്ടിയിരിക്കുന്നത് കേട്ടോ. അപ്പം ഈ പാട്ടും ഇവർ രണ്ടുപേരും പറഞ്ഞ പോലെ മോള് നന്നായി പാടി. എനിക്ക് ഇതിനകത്ത് ഇതൊരു ബേസിക്കലി ഈ പാട്ടെന്ന് പറയുന്ന ഒരു ഹല്ലേലൂയ പാടി സ്തുതിക്കുന്ന ഒരു പാട്ടാണല്ലോ. നമ്മൾ യേശുവിനെ പാടി സ്തുതിച്ച് ആരാധിക്കുന്ന ഒരു സോങ് ആണ്. അപ്പം അതാണ് ഈ ഫാസ്റ്റ് റൗണ്ടിലുള്ള ഒരു ഇമോഷൻ. അപ്പോൾ എനിക്ക് തോന്നിയ കുറച്ചും കൂടി ഒരു കോറസ് ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി. ഇതിൻ്റെ കോറസ് ഉള്ള പാട്ടാണോ?
കോറസ് ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നു അല്ലേ? അപ്പൊ അതും കൂടി ഉണ്ടായിരുന്നെങ്കിൽ, കാരണം പ്രൈസ് ആൻഡ് വർഷിപ്പ് എന്ന് പറയുമ്പോൾ നമുക്കൊരു ഒരു ഗ്യാദറിങ് അല്ലെങ്കിൽ ഒരു ഒരുമിച്ചൊരു സ്തുതിക്കുന്നതിന്റെ ഒരു ഇഫക്റ്റ് വേറെയാണെന്നാണല്ലോ പറയാ. അപ്പം അതും കൂടി ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു. അപ്പൊ മോള് ഇപ്പൊ ഇവിടെ വരുമ്പോ ഫ്രണ്ട്സിനെ ഒക്കെ മീറ്റ് ചെയ്യണം, ഫ്രണ്ട്സ് ആവണം. നമ്മളെല്ലാവരും ഒരു ഫാമിലിയാണ്. വോയിസ് ഓഫ് ഗുഡ്നെസ് എന്ന് പറയുന്നത് ഒരു ഫാമിലിയാണ്, വൺ ഫാമിലിയാണ് കേട്ടോ. അപ്പം നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ ഇതൊരു കോമ്പറ്റീഷൻ ഒക്കെ ആയിരിക്കും, പക്ഷേ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വൺ ഫാമിലിയാണ്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു തരുന്നതിനെക്കാട്ടിലും, ചിലപ്പോൾ പ്രേക്ഷകർ പറഞ്ഞു തരുന്നതിനെക്കാട്ടിലും നിങ്ങൾ ഫ്രണ്ട്സിന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. കോറസ് ഒരുമിച്ച് പാടുക, അപ്പം അതിനൊരു ബ്യൂട്ടി കൂടുതലാണ് കേട്ടോ. സോ അടുത്ത പ്രാവശ്യം അതിനൊരു എഫേർട്ടും കൂടി എടുക്കണം കേട്ടോ. അപ്പം അത്രേ ഉള്ളൂ. വെരി ഗുഡ്. ആസ് ബോത്ത് ഓഫ് ദം സെഡ്, നന്നായി പാടി. ഗോഡ് ബ്ലെസ്. താങ്ക് യു. ജിയ ഹാപ്പിയാണ്. ഈ പ്രാവശ്യം വന്നപ്പം എത്ര മാർക്ക് വാങ്ങി പോണം എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത്? കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും ഇച്ചിരി കൂടുതൽ കിട്ടും. ഇച്ചിരി കൂടുതൽ കിട്ടിയാൽ മതിയോ? കഴിഞ്ഞ പ്രാവശ്യം 25.5 അല്ലേ? അപ്പൊ 26 കിട്ടിയാൽ മതിയോ? ഹാപ്പിയാണ് അല്ലേ? അതിന് തൊട്ട് മുമ്പ് 24 അല്ലായിരുന്നോ? 24. സിസ്ലി, ഞങ്ങൾക്ക് കുറച്ച് മാർക്ക് കൂടുതൽ കിട്ടിയാൽ മതി അത്രേ. അത്രേ ഉള്ളൂ ആഗ്രഹം. ഇനി വാക്ക് മാറ്റി പറയാൻ പറ്റൂല, ഞങ്ങൾ എല്ലാരും അങ്ങനെ കേട്ടു. അത് ജിയ പറഞ്ഞതാണോ? ഇപ്പൊ ഞാൻ ചോദിച്ചു. ചോദിച്ചോ? മാറ്റി എഴുതാം മനോ ചേട്ടാ. അങ്ങനെ ഉറക്കെ പറയൂ, അല്ലെങ്കിൽ അവര് കുറച്ച് മാർക്കേ തരുള്ളൂ. കുറയ്ക്കട്ടെ. അല്ല, 8.5 ആണ് ഞാൻ കഴിഞ്ഞ റൗണ്ടിൽ. മോൾക്ക് 25.5 ആയിരുന്നു. അപ്പൊ അതിൽ കുറച്ച് കൂടുതൽ എന്ന് പറയുമ്പോ 9. മനോജ് ചേട്ടാ, മോള് വളരെ ബ്യൂട്ടിഫുൾ ആയി പാടിയല്ലേ. 9 മാർക്സ്. താങ്ക് യു. അപ്പൊ ഓരോ പ്രാവശ്യത്തെ പാട്ടും വന്ന് പാടി ഇവിടുന്ന് പോകുമ്പോൾ 1.5 മാർക്ക് വീതം കൂടുതൽ വാങ്ങിയിട്ടാണ് പോണത്. 24, 25.5 അങ്ങനെ ഇപ്പൊ വീണ്ടും 1.5 മാർക്ക് കൂടുതൽ വാങ്ങിച്ചു. 27 on 30. Congratulations. ഹാപ്പിയാണോ? യെസ്. അപ്പൊ നമുക്ക് വീണ്ടും രണ്ടാമത്തെ റൗണ്ടിൽ കാണണം. ഓക്കെ? യെസ്. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ തുടങ്ങിയപ്പോൾ നല്ലൊരു മെലഡി കേട്ടിട്ടാണ് തുടങ്ങിയത്. അതിനുശേഷം നമ്മൾ ഒരു ഫാസ്റ്റ് നമ്പർ കേട്ടു. ഇനി നമുക്ക് ഇന്നത്തെ ഒരു എപ്പിസോഡിൽ നമ്മൾ മാധവന്റെ പാട്ടൊന്നും കേട്ടില്ല അല്ലെ? അപ്പൊ അങ്ങനെ പാട്ട് പ്രതീക്ഷിച്ച് നിൽക്കുന്നവർക്ക് വേണ്ടി മാധവന്റെ ഗാനമാണ് നെവിൻ ചാക്കോ ഇനി ഇവിടെ വന്ന് മത്സരവേദിയിൽ പെർഫോം ചെയ്യാൻ പോണത്. വരൂ നെവിൻ. യെസ് നെവിൻ ബ്രോ, സുഖമാണല്ലോ? ഹാപ്പി ആണല്ലോ? എല്ലാ ടെൻഷൻസും എല്ലാം മനസ്സിലുണ്ടായിരുന്ന കുറെ ചോദ്യങ്ങളും എല്ലാം എടുത്തു മാറ്റി ഇന്ന് നല്ല ഫ്രഷ് ആയിട്ട് വന്നിരിക്കുകയാണ് അല്ലേ? മുഖത്ത് തന്നെ കാണാൻ പറ്റുന്നുണ്ട് നല്ല കൂളാണെന്ന്. അതേപോലെ നല്ല രീതിയിൽ പെർഫോം ചെയ്ത് ഓരോരുത്തരുടെ മോൻ കാണുന്നുണ്ടല്ലോ പെർഫോമൻസ്. അവർ ഓരോ തവണ ഈ സ്റ്റേജിൽ വന്നിട്ട് പോകുമ്പോൾ പിന്നെയും കൂടുതൽ മാർക്ക് വാങ്ങിയിട്ടാണ് എല്ലാവരും പോണത്. അപ്പൊ നെവിനും ആ ഒരു ലിസ്റ്റിലേക്ക് തന്നെ പോണം. മാർക്ക് കുറഞ്ഞു പോകരുത് കേട്ടോ. ശരി.
എനിക്കോടിയോടി അരികിലെത്താൻ എൻ്റെ ദുഃഖങ്ങൾ പങ്കുവയ്ക്കാൻ ആ ക്രൂശിൻ്റെ ചോട്ടിലൊരമ്മ ഈശോ സ്നേഹമോടേകിയൊരമ്മ ആ ക്രൂശിൻ്റെ ചോട്ടിലൊരമ്മ ഈശോ സ്നേഹമോടേകിയൊരമ്മ മഞ്ഞും പുതച്ചോറന്നോരബേദ്ലഹേം താഴ്വര തന്നീലെ പുൽത്തൊഴുത്തിൽ തണുപ്പൊന്നകറ്റുവാൻ അതിരറ്റ സ്നേഹമോടെ ഈശോയെ നെഞ്ചോട് ചേർത്ത പോലെ അമ്മേ നിൻ വാത്സല്യ ചിറകിൻ്റെ കീഴിലായി അലിവോടെ എന്നെയും ചേർത്തിടണേ ഉള്ള മുറുകുമ്പോഴും നെഞ്ചു പിടയുമ്പോഴും സ്നേഹമകലുമ്പോഴും സ്വപ്നമുടയുമ്പോഴും എനിക്കോടിയോടി അരികിലെത്താൻ എൻ്റെ ദുഃഖങ്ങൾ പങ്കുവയ്ക്കാൻ എനിക്കോടിയോടി അരികിലെത്താൻ എൻ്റെ ദുഃഖങ്ങൾ പങ്കുവയ്ക്കാൻ ആ ക്രൂശിൻ്റെ ചോട്ടിലൊരമ്മ ഈശോ സ്നേഹമോടേകിയൊരമ്മ ആ ക്രൂശിൻ്റെ ചോട്ടിലൊരമ്മ ഈശോ സ്നേഹമോടേകിയൊരമ്മ അമ്മേ നിൻ കൈവിരൽ പിടിച്ചു കണ്ടീശോ പൈതലായി നടന്നോരാ ദിനങ്ങളോർത്താൽ പാദമൊന്നിടറാതെ കാൽ തട്ടി വീഴാതെ ഈശോയെ ചേർത്തെന്ന് നടത്തിയപ്പോൾ അമ്മേ നിൻ കരമൊന്ന് മൃദുവായി പിടിച്ച് ഞാനും ഇന്നീ ദൂരം നടന്നിടട്ടെ തിന്മയേറുമ്പോഴും കണ്ണു നിറയുമ്പോഴും പകൽ മറയുമ്പോഴും ഇരുൾ മൂടുമ്പോഴും എനിക്കോടിയോടി അരികിലെത്താൻ എൻ്റെ ദുഃഖങ്ങൾ പങ്കുവയ്ക്കാൻ എനിക്കോടിയോടി അരികിലെത്താൻ എൻ്റെ ദുഃഖങ്ങൾ പങ്കുവയ്ക്കാൻ ആ ക്രൂശിൻ്റെ ചോട്ടിലൊരമ്മ ഈശോ സ്നേഹമോടേകിയൊരമ്മ ആ ക്രൂശിൻ്റെ ചോട്ടിലൊരമ്മ ഈശോ സ്നേഹ
സമാധാനമായോ? സന്തോഷായോ? സന്തോഷം. ശരിക്കും പാടിയോ? എല്ലാം. എന്തൊരു സന്തോഷാണ് ഇന്ന് നെവിന്റെ മുഖത്ത്. ഫസ്റ്റ് 2 ടൈംസിൽ വന്നതിനെക്കാട്ടിലും ഭയങ്കര ഒരു സന്തോഷം ഇന്ന് കാണുന്നുണ്ട്. പക്ഷെ നമുക്ക് കൂടുതൽ സന്തോഷിക്കാൻ പറ്റുമോ ചോദിക്കട്ടെ? യെസ് അച്ഛാ. നെവിൻ വളരെ നന്നായിട്ട് പാടി. കൺഗ്രാജുലേഷൻസ്. നെവിൻ്റെ കോൺഫിഡൻസ് ലെവൽ ആദ്യത്തേക്കെല്ലാം കുറെ കൂടിയുണ്ട് അല്ലേ? നല്ല പവർഫുൾ വോയിസ്, നന്നായി പാടി, നല്ല സിംഗിങ് ആയിരുന്നു. പല്ലവിയിൽ പിച്ച് കുറച്ചും കൂടി ചിലപ്പോൾ കൂടിയ നേരത്തെ പാട്ട് പോലെ തന്നെ കൂട്ടിയിരുന്നെങ്കിൽ ചിലപ്പോൾ കുറച്ചും കൂടി ഇഫക്റ്റ് ഉണ്ടായെന്നൊരു തോന്നലില്ലായി. ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവും. കോറസ് ഉണ്ടായിരുന്നു അവിടെ. കോറസ് പാടുമ്പോ ബുദ്ധിമുട്ടാവുന്നു. ഓ ശരി. ലെമോൻ നന്നായിട്ട് പാടി. കൺഗ്രാജുലേഷൻസ്. ഓൾ ദ ബെസ്റ്റ്. കേട്ടോ, ഇനിയും ഉയരങ്ങളിലേക്ക് പോകട്ടെ. താങ്ക് യു ഫാദർ. മനോജ് ചേട്ടാ. നെവിൻ എന്തോ നെവിൻ എങ്ങനെ ഇമ്പ്രൂവ് ചെയ്ത് പോവാണല്ലോ. ആദ്യത്തെ റൗണ്ടും ഒക്കെ ഓർക്കുമ്പോൾ മച്ച് എഹെഡ്. ഒരു വേ ഓഫ് സിംഗിങ്, ആ റെൻഡീഷൻ, ആ ഫീല്, ആ കോൺഫിഡൻസ് ലെവല്, ഇതെല്ലാം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ആ വോയിസ് ഒന്ന് സ്റ്റഡി ആയി വരികയാണ് അല്ലേ? അപ്പം അതുകൊണ്ട് തന്നെ കുറേ കൂടെ കോൺഫിഡൻസ് നമുക്ക് തന്നെ വരും. മോനത് അറിഞ്ഞിട്ടാണോ അറിയാതെയാണോ അത് നന്നായി ഡെലിവർ ചെയ്യുന്നുണ്ട്. ഓക്കെ, എനിക്ക് ഒത്തിരി ഇഷ്ടമായി മോൻ്റെ ഒരു ഫിയർലെസ് ഒരു സിംഗിങ് ആണ്. പറഞ്ഞ് വളരെ ഇൻവോൾവ് ചെയ്ത് കണ്ണൊക്കെ അടച്ച് ഇറ്റ് വാസ് വെരി നൈസ്. എന്താ പറയുക, നല്ല ഫീലോട് കൂടിയിട്ട് ഈ ഒരു പാട്ടിന് വേണ്ട ഒരു ഫീല് അത് കംപ്ലീറ്റ് മോനിലുണ്ടായിരുന്നു. ഓക്കെ, അപ്പം ഇനി ഈ ശബ്ദം പ്രശ്നമാണെന്ന് പറഞ്ഞ് ഇനി നമ്മളിങ്ങനെ പിന്നാക്കം നിൽക്കരുത്. ഓക്കെ, മുന്നോട്ട് വരിക. കാരണം ഇപ്പോൾ ഓൾറെഡി അതെല്ലാം കഴിഞ്ഞു, ആ ഒരു ഫേസ് കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇറ്റ് മേ ബി 1 or 2 months വിൽ ബി കംപ്ലീറ്റ്ലി ഓൾ റൈറ്റ്. ഓക്കെ, അപ്പോൾ ആ ഒരു സമയത്ത് വോയിസ് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. പിന്നെ ഇതുപോലെ എന്താ പറയുക, ചിലപ്പോൾ ഈ വോയിസിൽ ഈ റേഞ്ചസ് ഞാൻ പറഞ്ഞു, ആ റേഞ്ചസ് ഒക്കെ കൂടുതലായിട്ട് പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു സമയമാണ് ഇപ്പോൾ. ഹൈ റേഞ്ച് അതുപോലെ ലോ റേഞ്ച് അതിങ്ങനെ കുറേശ്ശെ പിച്ചാണെങ്കിൽ പിച്ച് കൂട്ടി, ലോ ആണെങ്കിൽ ലോ കുറച്ച്. അപ്പോൾ വോയിസിന് അധികം നമ്മൾ സ്ട്രെയിൻ ചെയ്യരുത്. ആ റേഞ്ചസ് ഒക്കെ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാം. പിന്നെ കർണാട്ടിക് പഠിക്കുന്നുണ്ടോ? അത് കണ്ടിന്യൂ ചെയ്യുക. എന്തായാലും നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. ഓക്കെ, വി ആർ സോ ഹാപ്പി. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. സിസ്ലി. നെവിൻ എന്തോ ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ ആ ഫസ്റ്റ് റൗണ്ട്സിലൊക്കെയുള്ള ഭയം ഒരു നമുക്കതിനൊരു പോസിറ്റീവ് നെഗറ്റീവ് ആയിട്ട് കാണാം. ഇപ്പം നമുക്ക് സ്റ്റേജിലൊക്കെ കയറുമ്പോൾ ചെറിയൊരു ഭയം, അത് നല്ലതാ. പക്ഷെ ഭയം അതർവൈസ് പറയുവാണെങ്കിൽ അതൊരു നെഗറ്റീവ് ടേമാണ്. നമുക്കൊരു ഭയം ഉണ്ടാവുക. നമ്മളെപ്പോഴും പ്രത്യാശയോടുകൂടി ഇരിക്കണം. നമ്മുടെ കർത്താവ്, നമ്മുടെ സർവശക്തനായ കർത്താവ് കൂടെ ഉള്ളപ്പോൾ നമ്മൾ ഭയപ്പെടരുതെന്നല്ലേ കർത്താവ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഭയം ഒന്നും ഇല്ലാതെ ഇരിക്കുന്ന ഈ നെവിനെ കാണാൻ വളരെ ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ. ഇറ്റ്സ് എ വെരി ഗുഡ് തിങ്. അപ്പോൾ അതൊരു പോസിറ്റീവ് സൈനാണ്. പിന്നെ ഈ സോങ്ങിൽ മോൻ നേരത്തെ റൗണ്ട്സിൽ പതുക്കെ ഇമ്പ്രൂവ്മെൻ്റ് ആയി കാണുന്നത് ഈ ഒരു റൗണ്ടിലും ഈ ഒരു സോങ്ങിലും റിഫ്ലക്റ്റ് ചെയ്തു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ മോൻ ഈ പാട്ട് പാടിയപ്പം എനിക്ക് മനസ്സിലേക്ക് വന്നത് ഈ മരിയൻ റൗണ്ടിലെ എന്തോരം ചിന്തകളാണ് കേട്ടോ. ഈ പാട്ടുകളിലൂടെ ഓരോ പാട്ടിലും ഓരോ ഡിസ്ക്രിപ്ഷനാണ് മാതാവിനെ കുറിച്ച്. അപ്പം നമ്മളിങ്ങനെ ഇരുന്ന് ശരിയാണല്ലോ നമുക്ക് വീണ്ടും ഒരു അഷ്വറൻസ്, ഒരു റീഅഷ്വറൻസ് നമ്മുടെ മനസ്സിൽ കിട്ടുകയാണ്. അപ്പം ഈ പാട്ടിൽ പറയുന്ന പോലെ ഓടി അരികിലെത്താൻ, അതായത് നമ്മൾ ഒരുപാട് ദൂരം പുറകോട്ട് ചിലപ്പോൾ ഈശോയിട്ട് ഒരുപാട് അകന്നിരുന്നാലും നമുക്ക് ഓടി എത്താനായിട്ട് മാതാവ് വഴി നമുക്ക് ഈശോയിലോട്ട് എത്താൻ പറ്റും. മാതാവ് എപ്പോഴും ഒരു ഓപ്പൺ ഹാൻഡ്സ് ആയിട്ട് ഇങ്ങനെ നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. ഇപ്പം ഞാൻ ആലോചിക്കുക, ഈ ലോകത്ത് നമ്മൾ ആരോട് വഴക്കിട്ടാലും, നമ്മുടെ മാതാപിതാക്കളുടെ അടുത്ത് വഴക്കിട്ടാൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും തിരിച്ചു പോകാനായിട്ട് ഒരു ഈഗോയും വിചാരിക്കാതെ നമുക്ക് തിരിച്ചു പോകാൻ പറ്റുന്ന അവരുടെ അടുത്തോട്ടേ ഉള്ളൂ. അപ്പം എൻ്റെ അമ്മ പറയും, ഒരുപാടൊക്കെ വഴക്കൊക്കെ പറയുമ്പോൾ ഞാനിങ്ങനെ, അമ്മ എന്നാലും എന്നെ വഴക്ക് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര വിഷമമായി പോയി എന്നൊക്കെ പറയുമ്പം അമ്മ പറയുന്നൊരു ഡയലോഗുണ്ട്, ഈ ലോകത്ത് നീ ഏറ്റവും നന്നായി വരണം എന്ന് ഈ ലോകത്ത് ആഗ്രഹിക്കുന്ന
ഞാനാണ്. അപ്പം നിനക്ക് എന്തെങ്കിലും പറഞ്ഞു തരുന്നുണ്ടെങ്കിൽ അത് നീ ഏറ്റവും മനോഹരമായി തീരുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ അത് പറഞ്ഞു തരുന്നത്. അപ്പോൾ എന്ത് പറഞ്ഞാലും അവരത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് പറയുന്നതെന്ന് നമുക്കറിയാം, നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അറിയാം. അതുകൊണ്ട് നമുക്ക് തിരിച്ചു പോകാൻ ഒരു മടി. അതുപോലൊരു വോംത്താണ് നമ്മുടെ പരിശുദ്ധ അമ്മ നമുക്ക് തരുന്നത്. എത്ര നമ്മൾ വഴക്കിട്ട് അല്ലെങ്കിൽ നമുക്ക് അത് തരുന്നില്ല, ഇത് തരുന്നില്ല, ഇങ്ങനെ ആയിപ്പോയി, അങ്ങനെ ആയിപ്പോയി എന്നൊക്കെ നമ്മൾ വിചാരിച്ചാലും അതൊക്കെ ഈ നിമിഷ നേരത്തേക്കേ ഉള്ളൂ. നമുക്ക് എപ്പോൾ വേണമെങ്കിലും തിരികെ ചെല്ലാനായിട്ട് ഒരു ഓപ്പൺ ആംസ് ആയിട്ട് പരിശുദ്ധ അമ്മ നിൽക്കും. അതാണ് എനിക്ക് ഈ ഒരു പാട്ടിലൂടെ മുഴുവനും കിട്ടിയൊരു സ്നേഹം. അപ്പം അത് മോൻ്റെ പാട്ടിലൂടെ ആ സ്നേഹം എൻ്റെ ഹൃദയം കവർന്നു കേട്ടോ. സോ താങ്ക് യു സോ മച്ച് ഫോർ ദിസ് സോങ്. ആൻഡ് മോൻ്റെ സിംഗിങ് നന്നായിരുന്നു. എനിക്ക് ചില വാക്കുകൾ രാ റാ കാ ഒക്കെ പറയുന്നിടത്ത് ഒരു അധിക സ്ട്രെസ് വരുന്നു. അതായത് ഒരു വാക്കില്ലേ, ഉള്ളം ഉരുകുമ്പോഴും, അത് മോൻ ടെലികാസ്റ്റ് ചെയ്യുമ്പോൾ ഒന്ന് കേട്ടു കാണും. ഉള്ളം ഉറുകുമ്പോൾ അങ്ങനെ റാ പറയുന്നുണ്ട് രായുടെ സ്ഥലത്ത്. അതുപോലെ കാ വരുന്നിടത്ത് ഒരു ഇക്ക വരുന്ന പോലെ ഒരു അധിക സ്ട്രെസ് അത് വേണ്ട, സാധാരണ രീതിയിൽ പറഞ്ഞാൽ മതി കേട്ടോ. അപ്പം അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി മോനെ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു. യെസ്, അങ്ങനെ സമാധാനമായി ശരിക്കും നെവിന് നല്ല രീതിയിൽ ആദ്യത്തെ പാട്ടും രണ്ടാമത്തെ പാട്ടും മൂന്നാമത്തെ പാട്ടിൽ നിന്നൊക്കെ വന്നപ്പോൾ എന്തൊക്കെ നല്ല നല്ല മാറ്റങ്ങളാണ് നെവിനിലേക്ക് വന്നിരിക്കുന്നത് അല്ലേ. ഒരു ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ഈ ഒരു പ്രോഗ്രാമിൽ വന്നതിന് ശേഷം അല്ലേ. എത്ര മാർക്കാണ് സിസ്ലി നെവിന്റെ? നെവിന്റെ കഴിഞ്ഞ റൗണ്ടിൽ 24 അല്ലേ. അപ്പം ഡെഫിനറ്റ്ലി ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. ഒരു സ്റ്റെപ്പ് പോലും നെവിൻ എന്താ പറയാ പിടിവിട്ടില്ല, അത് തന്നെ പിടിച്ച് മുമ്പോട്ട് പോവുകയാണ്. സോ അതിനൊരു എൻകറേജ്മെന്റിനായിട്ട് 8.5. മനോജ് ചേട്ടാ അതുപോലെ തന്നെ വീണ്ടും വീണ്ടും മുന്നോട്ട് പോകാനായിട്ട് 8.5. അച്ഛാ നെവിൻ 8.5. ഓക്കെ, അപ്പൊ ഡെഫിനറ്റ്ലി നല്ലൊരു ഇംപ്രൂവ്മെന്റ് ആണ്. 18, then 24, ഇപ്പൊ 25.5 മാർക്സ് ആണ് 30-ല്. ഒരുപാട് സന്തോഷം നിങ്ങളുടെ ഈ ഒരു വളർച്ച, ഇംപ്രൂവ്മെന്റ് കാണുമ്പോൾ കേട്ടോ. അപ്പം നെവിൻ പോയിട്ട് ഇനി അടുത്ത എന്നാണ് മോൻ ഇനി സെക്കൻഡ് റൗണ്ടിലേക്ക് വരിക, പെർഫോമൻസ് ലെവല് എങ്ങനെയാണെന്നൊന്നും അറിയില്ല. പക്ഷെ പ്രാക്ടീസ് നിർത്തരുത്, ജസ്റ്റ് കീപ് പ്രാക്ടീസിങ് കേട്ടോ. കാണാം. ഓക്കെ. അങ്ങനെ വ്യത്യസ്ത 3 കാറ്റഗറിയിലുള്ള ഗാനങ്ങളാൽ കോർത്തിണക്കിയ വോയിസ് ഓഫ് ഗുഡ്നസ് സീസൺ 3യുടെ മറ്റൊരു എപ്പിസോഡും കൂടി ഇവിടെ കഴിഞ്ഞിരിക്കുന്നു. നമുക്ക് അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം വീണ്ടും കാണാം. ലെന, മോളുടെ സെലക്ഷൻ ഓഫ് സോങ്സ് ആർ റിയലി ബ്യൂട്ടിഫുൾ കേട്ടോ. ആരാ സെലക്ട് ചെയ്ത് തരുന്ന പാട്ട്? വെരി ഗുഡ് സെലക്ഷൻ ഓഫ് സോങ്സ്. തുടക്കം മുതൽ തന്നെ ഒരു പ്രൊഫഷണൽ സിംഗറിന്റെ ഒരു സ്റ്റൈലാണ് എപ്പോഴും കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഭാവി ഇങ്ങനെ വളരെ മനോഹരമായിട്ട് ഇങ്ങനെ മുന്നിൽ നിൽക്കുകയാണ്, ഒരു നല്ല ഗായികയായിട്ട് മാറാനായിട്ട്. സ്വരമായുയരുന്ന
കട